അധ്യായം 9. അത്തൗബ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 129. ബറാഅതും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ. നിങ്ങളുമായി കരാറിലേർപ്പെട്ടിരുന്ന ബഹുദൈവ വിശ്വാസികളോട് അല്ലാഹുവിനും അവന്റെ ദൂതനും ഇനിമേൽ ബാധ്യതയൊന്നുമില്ലെന്ന അറിയിപ്പാണിത്. ഫസീഹു ഫിൽ അർദി അർബഅത അശ്ഹുരിൻ വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹി വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. 4 മാസം നിങ്ങൾ നാട്ടിൽ സ്വൈര്യമായി സഞ്ചരിച്ചു കൊള്ളുക. അറിയുക, നിങ്ങൾക്ക് അല്ലാഹുവെ തോൽപ്പിക്കാനാവില്ല. സത്യനിഷേധികളെ അല്ലാഹു മാനം കെടുത്തുക തന്നെ ചെയ്യും. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു فإن تبتم فهو خير لكم وإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم. മഹത്തായ ഹജ്ജ് നാളിൽ മുഴുവൻ മനുഷ്യർക്കുമായി അല്ലാഹുവും അവന്റെ ദൂതനും നൽകുന്ന അറിയിപ്പാണിത്. ഇനി മുതൽ അല്ലാഹുവിനും അവന്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് ഒരുവിധ ബാധ്യതയുമില്ല. അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അഥവാ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അറിയുക, അല്ലാഹുവെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ നീ സുവാർത്ത അറിയിക്കുക. ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീന സുമ്മ ലം യൻഖുസൂകും ശൈഅൻ വലം യുളാഹിറൂ അലൈക്കും അഹദൻ ഫഅതിമ്മൂ ഇലൈഹിം അഹ്ദഹും ഇലാ മുദ്ദതിഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. എന്നാൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങളുമായി കരാറിലേർപ്പെടുകയും പിന്നെ അത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആരെയും സഹായിക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഇത് ബാധകമല്ല. അവരോടുള്ള കരാർ അവയുടെ കാലാവധി വരെ നിങ്ങൾ പാലിക്കുക. തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. فَإِذَا انْسَلَخَ الْأَشْهُرُ الْحُرُمُ فَاقْتُلُوا الْمُشْرِكِينَ حَيْثُ وَجَدتُّمُوهُمْ وَخُذُوهُمْ وَاحْصُرُوهُمْ وَاقْعُدُوا لَهُمْ كُلَّ مَرْصَدٍ فَإِن تَابُوا وَأَقَامُوا الصَّلَاةَ وَآتَوُا الزَّكَاةَ فَخَلُّوا سَبِيلَهُمْ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അങ്ങനെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക. അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക. എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുക. അഥവാ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയുമാണെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. സംശയം വേണ്ട, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹി സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു ذلك بأنهم قوم لا يعلمون. ബഹുദൈവ വിശ്വാസികളിലാരെങ്കിലും നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നീ അഭയം നൽകുക. അവൻ ദൈവവചനം കേട്ടറിയട്ടെ. പിന്നെ അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക.
അവർ അറിവില്ലാത്ത ജനമായതിനാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. ആ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും അടുക്കൽ കരാർ നിലനിൽക്കുന്നതെങ്ങനെ? മസ്ജിദുൽ ഹറാമിനടുത്തുവെച്ച് നിങ്ങളുമായി കരാർ ചെയ്തവർക്കൊഴികെ അവർ നിങ്ങളോട് നന്നായി വർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോടും നല്ല നിലയിൽ വർത്തിക്കുക. തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. അതെങ്ങനെ നിലനിൽക്കാനാണ്? അവർക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങളുമായുള്ള കുടുംബബന്ധമോ സന്ധിവ്യവസ്ഥകളോ ഒന്നും അവർ പരിഗണിക്കുകയില്ല. വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും, എന്നാൽ അവരുടെ മനസ്സുകൾ അത് നിരാകരിക്കും. അവരിലേറെ പേരും അധാർമികരാണ്. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون. അവർ തുച്ഛവിലയ്ക്ക് അല്ലാഹുവിന്റെ വചനങ്ങളെ വിറ്റു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയുകയും ചെയ്തു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ. لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون. സത്യവിശ്വാസിയുടെ കാര്യത്തിൽ രക്തബന്ധമോ സന്ധിവ്യവസ്ഥയോ അവർ പരിഗണിക്കാറില്ല. അവർ തന്നെയാണ് അതിക്രമികൾ. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയുമാണെങ്കിൽ അവർ നിങ്ങളുടെ ആദർശ സഹോദരങ്ങളാണ്. കാര്യം മനസ്സിലാക്കുന്ന ജനത്തിനായി നാം നമ്മുടെ പ്രമാണങ്ങൾ വിശദീകരിക്കുകയാണ്. وَإِن نَكَثُوا أَيْمَانَهُم مِّن بَعْدِ عَهْدِهِمْ وَطَعَنُوا فِي دِينِكُمْ فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. അഥവാ അവർ കരാർ ചെയ്ത ശേഷം തങ്ങളുടെ ശപഥങ്ങൾ ലംഘിക്കുകയും നിങ്ങളുടെ മതത്തെ അവഹേളിക്കുകയുമാണെങ്കിൽ സത്യനിഷേധത്തിന്റെ തലമൂപ്പന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. കാരണം അവരുടെ പ്രതിജ്ഞകൾക്ക് ഒരർത്ഥവുമില്ല. തീർച്ച ഒരു വേള അവർ വിരമിച്ചെങ്കിലോ. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. തങ്ങളുടെ കരാറുകൾ ലംഘിക്കുകയും ദൈവദൂതനെ നാടുകടത്താൻ മുതിരുകയും ചെയ്ത ജനത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലെന്നോ? അവരാണല്ലോ ആദ്യം യുദ്ധം ആരംഭിച്ചത്. എന്നിട്ടും നിങ്ങൾ അവരെ പേടിക്കുകയോ?
എന്നാൽ ഭയപ്പെടാൻ കൂടുതൽ അർഹൻ അല്ലാഹുവാണ്. നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കൈകൾ കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിക്കും. അവരെ അവൻ നാണം കെടുത്തും. അവർക്കെതിരെ നിങ്ങളെ സഹായിക്കും. അങ്ങനെ സത്യവിശ്വാസികളുടെ മനസ്സുകൾക്ക് അവൻ സ്വസ്ഥത നൽകും. وَيُذْهِبْ غَيْظَ قُلُوبِهِمْ وَيَتُوبُ اللَّهُ عَلَى مَن يَشَاءُ وَاللَّهُ عَلِيمٌ حَكِيمٌ. അവരുടെ മനസ്സുകളിലെ വെറുപ്പ് അവൻ തുടച്ചു നീക്കും. അല്ലാഹു അവനിച്ഛിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. أَمْ حَسِبْتُمْ أَن تُتْرَكُوا وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا مِنكُمْ وَلَمْ يَتَّخِذُوا مِن دُونِ اللَّهِ وَلَا رَسُولِهِ وَلَا الْمُؤْمِنِينَ وَلِيجَةً وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. നിങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയുമല്ലാതെ ആരെയും രഹസ്യ കൂട്ടാളികളായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരെന്ന് അല്ലാഹു വേർതിരിച്ചെടുത്തിട്ടല്ലാതെ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. ബഹുദൈവ വിശ്വാസികൾ സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കെ അവർക്ക് അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ ഒരവകാശവുമില്ല. അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും പാഴായിരിക്കുന്നു. നരകത്തീയിലവർ നിത്യവാസികളായിരിക്കും. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അല്ലാഹുവേയല്ലാതെ ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. അവർ നേർവഴി പ്രാപിച്ചവരായേക്കാം. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. തീർത്ഥാടകന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിനെയും മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതിനെയും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ദൈവമാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളെപ്പോലെയാക്കുകയാണോ നിങ്ങൾ? അല്ലാഹുവിന്റെ അടുക്കൽ അവ രണ്ടും ഒരേപോലെയല്ല. അല്ലാഹു അക്രമികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند
عند الله وأولئك هم الفائزون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വന്തം നാട് വെടിയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും ധനം കൊണ്ടും സമരം നടത്തുകയും ചെയ്യുന്നവർ അല്ലാഹുവിങ്കൽ ഉന്നതസ്ഥാനീയരാണ്. വിജയം വരിക്കുന്നവരും അവർ തന്നെ. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാനിൻ വജന്നാത്തിൻ ലഹും ഫീഹാ നഈമും മുഖീം. അവരുടെ നാഥൻ അവരെ തന്നിൽ നിന്നുള്ള കാരുണ്യത്തെയും തൃപ്തിയെയും സ്വർഗീയാരാമങ്ങളെയും സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അവർക്കവിടെ അനശ്വരമായ സുഖാനുഭൂതികളുണ്ട്. ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അവരതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും അല്ലാഹുവിന്റെ പക്കൽ മഹത്തായ പ്രതിഫലമാണുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅകും വഇഖ്വാനകും ഔലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ ومن يتولهم منكم فأولئك هم الظالمون. വിശ്വസിച്ചവരെ, നിങ്ങൾ സ്വന്തം പിതാക്കളെയും സഹോദരങ്ങളെയും നിങ്ങളുടെ രക്ഷാധികാരികളാക്കരുത്. അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ നിങ്ങളിലാരെങ്കിലും അവരെ രക്ഷാധികാരികളാക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പറയുക, നിങ്ങളുടെ പിതാക്കളും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും കുടുംബക്കാരും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും നഷ്ടം നേരിടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട പാർപ്പിടങ്ങളുമാണ് നിങ്ങൾക്ക് അല്ലാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലെ അധ്വാന പരിശ്രമത്തെക്കാളും പ്രിയപ്പെട്ടവയെങ്കിൽ അല്ലാഹു തന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നത് കാത്തിരുന്നു കൊള്ളുക. കുറ്റവാളികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. അല്ലാഹു നിങ്ങളെ നിരവധി സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധദിനത്തിലും അന്ന് നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ ദുരഭിമാനികളാക്കി. എന്നാൽ ആ സംഖ്യാധിക്യം നിങ്ങൾക്കൊട്ടും നേട്ടമുണ്ടാക്കിയില്ല. ഭൂമി വളരെ വിശാലമായിരിക്കെ തന്നെ അത് പറ്റെ ഇടുങ്ങിയതായി നിങ്ങൾക്ക് തോന്നി. അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ثم
أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. പിന്നീട് അല്ലാഹു തന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും തന്നിൽ നിന്നുള്ള സമാധാനം സമ്മാനിച്ചു. നിങ്ങൾക്ക് കാണാനാവാത്ത കുറെ പോരാളികളെ ഇറക്കിത്തന്നു. സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. അതുതന്നെയാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. പിന്നെ അതിനുശേഷം അല്ലാഹു താൻ ഇച്ഛിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാകുന്നു. يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. വിശ്വസിച്ചവരെ, ബഹുദൈവ വിശ്വാസികൾ അവിശുദ്ധരാണ്. അതിനാൽ ഇക്കൊല്ലത്തിനു ശേഷം അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. ദാരിദ്ര്യം വന്നേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ തന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അവൻ സമൃദ്ധി വരുത്തും. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. قاتلوا الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون ما حرم الله ورسوله ولا يدينون دين الحق من الذين أوتوا الكتاب حتى يعطوا الجزية عن يد وهم صاغرون. വേദക്കാരിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അല്ലാഹുവും അവന്റെ ദൂതനും വിലക്കിയത് നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യമതത്തെ ജീവിത വ്യവസ്ഥയായി സ്വീകരിക്കാത്തവരുമായ ജനത്തോട് യുദ്ധം ചെയ്യുക. അവർ വിധേയരായി കയ്യോടെ ജിസ്യ നൽകും വരെ. وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون. യഹൂദർ പറയുന്നു ഉസൈർ ദൈവപുത്രനാണെന്ന്. ക്രൈസ്തവർ പറയുന്നു മിശിഹ ദൈവപുത്രനാണെന്ന്. ഇതെല്ലാം അവരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. നേരത്തെ സത്യത്തെ നിഷേധിച്ചവരെ പോലെ തന്നെയാണ് ഇവരും സംസാരിക്കുന്നത്. അല്ലാഹു അവരെ ശപിക്കട്ടെ. എങ്ങോട്ടാണ് അവർ വഴിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്ന മർയമ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹാ വാഹിദാ ലാ ഇലാഹ ഇല്ലാ ഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അല്ലാഹുവിനു പുറമെ ദൈവങ്ങളാക്കി സ്വീകരിച്ചു, മറിയമിന്റെ മകൻ മസീഹിനെയും. എന്നാൽ ഇവരൊന്നും ഒരേയൊരു ദൈവത്തിന് വഴിപ്പെടാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അവനല്ലാതെ ദൈവമില്ല.
അവർ പങ്കുചേർക്കുന്നവയിൽ നിന്നൊക്കെ എത്രയോ വിശുദ്ധനാണ് അവൻ. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. തങ്ങളുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ അല്ലാഹു തന്റെ പ്രകാശം പൂർണ്ണതയിലെത്തിക്കാതിരിക്കില്ല, സത്യനിഷേധികൾക്ക് അതെത്ര തന്നെ അരോചകമാണെങ്കിലും. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അവനാണ് തന്റെ ദൂതനെ സന്മാർഗവും സത്യവ്യവസ്ഥയുമായി നിയോഗിച്ചത്, അത് മറ്റെല്ലാ ജീവിത വ്യവസ്ഥകളെയും അതിജയിക്കാൻ. ബഹുദൈവ വിശ്വാസികൾക്ക് അതെത്ര തന്നെ അനിഷ്ടകരമാണെങ്കിലും. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വിശ്വസിച്ചവരെ, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെപ്പേരും ജനങ്ങളുടെ ധനം അവിഹിതമായി അനുഭവിക്കുന്നവരാണ്. ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരും, സ്വർണവും വെള്ളിയും ശേഖരിച്ചു വയ്ക്കുകയും അവ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച സുവാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നരകത്തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച് അവ കൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വഭാഗങ്ങളും മുതുകുകളും ചൂടുവെക്കും ദിനം. അന്ന് അവരോട് പറയും, ഇതാണ് നിങ്ങൾ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചത്. അതിനാൽ നിങ്ങൾ സമ്പാദിച്ചു വെച്ചതിന്റെ രുചി ആസ്വദിച്ചുകൊള്ളുക. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ആകാശഭൂമികളുടെ സൃഷ്ടി നടന്ന നാൾ തൊട്ട് അല്ലാഹുവിന്റെ അടുക്കൽ ദൈവിക പ്രമാണമനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ടവയാണ്. ഇതാണ് യഥാർത്ഥ നിയമക്രമം. അതിനാൽ ആ 4 മാസം നിങ്ങൾ നിങ്ങളോടു തന്നെ അക്രമം കാണിക്കാതിരിക്കുക. ബഹുദൈവ വിശ്വാസികൾ എവ്വിധം ഒറ്റക്കെട്ടായി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ അவ்விധം നിങ്ങളും ഒന്നായി അവരോട് യുദ്ധം ചെയ്യുക. അറിയുക, അല്ലാഹു സൂക്ഷ്മതയുള്ളവരോടൊപ്പമാണ്. ഇന്നമൻ നസീഉ സിയാദതുൻ ഫിൽ കുഫ്ർ യുദല്ലു ബിഹി الذين كفروا يحلونه عاما ويحرمونه عاما
ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. യുദ്ധം വിലക്കിയ മാസങ്ങളിൽ മാറ്റം വരുത്തുന്നത് കടുത്ത സത്യനിഷേധമാണ്. അതുവഴി സത്യനിഷേധികൾ കൂടുതൽ വലിയ വഴികേടിലകപ്പെടുന്നു. ചില കൊല്ലങ്ങളിൽ അവർ യുദ്ധം അനുവദനീയമാക്കുന്നു, മറ്റു ചില വർഷങ്ങളിൽ അത് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അല്ലാഹു നിഷിദ്ധമാക്കിയ മാസങ്ങളുടെ എണ്ണം ഒപ്പിക്കാനാണിത്. അങ്ങനെ അല്ലാഹു വിലക്കിയതിനെ അവർ അനുവദനീയമാക്കുന്നു. അവരുടെ ഈ ദുഷ്ചെയ്തികൾ അവർക്ക് ആകർഷകമായി തോന്നുന്നു. സത്യനിഷേധികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. വിശ്വസിച്ചവരെ, നിങ്ങൾക്കെന്തു പറ്റി? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയോട് അള്ളിപ്പിടിക്കുകയാണല്ലോ. പരലോകത്തേക്കാൾ ഐഹിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിത വിഭവം നന്നേ നിസ്സാരമാണ്. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകും. നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ കൊണ്ടുവരികയും ചെയ്യും. അല്ലാഹുവിന് ഒരു ദ്രോഹവും വരുത്താൻ നിങ്ങൾക്കാവില്ല. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭത്തിലാണത്. അദ്ദേഹം രണ്ടാളുകളിൽ ഒരുവനാവുകയും ഇരുവരും ഗുഹയിലായിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കാതിരിക്കുക, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അന്നേരം അല്ലാഹു തന്നിൽ നിന്നുള്ള സമാധാനം അദ്ദേഹത്തിന് സമ്മാനിച്ചു. നിങ്ങൾക്ക് കാണാനാവാത്ത പോരാളികളാൽ അദ്ദേഹത്തിന് കരുത്തേകുകയും ചെയ്തു. ഒപ്പം സത്യനിഷേധികളുടെ വചനത്തെ അവൻ പറ്റേ പതിതമാക്കി. അല്ലാഹുവിന്റെ വചനം തന്നെയാണ് അത്യുന്നതം. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. നിങ്ങൾ സാധന സാമഗ്രികൾ കൂടിയവരായാലും കുറഞ്ഞവരായാലും ഇറങ്ങിപ്പുറപ്പെടുക. നിങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുക. അതാണ് നിങ്ങൾക്കുത്തമം.
നിങ്ങൾ അറിയുന്നവരെങ്കിൽ. لو كان عرضا قريبا وسفرا قاصدا لاتبعوك ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون. ലക്ഷ്യം തൊട്ടടുത്തതും യാത്ര പ്രയാസരഹിതവുമാണെങ്കിൽ അവർ നിന്നെ അനുഗമിക്കുമായിരുന്നു. എന്നാൽ ലക്ഷ്യം വിദൂരവും വഴി വിഷമകരവുമായി അവർക്ക് തോന്നി. അതിനാൽ അവർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയും, ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറപ്പെടുമായിരുന്നു. സത്യത്തിൽ അവർ തങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അല്ലാഹുവിനറിയാം അവർ കള്ളം പറയുന്നവരാണെന്ന്. عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين. അല്ലാഹു നിനക്ക് മാപ്പേകിയിരിക്കുന്നു. അവരിൽ സത്യം പറഞ്ഞവർ ആരെന്ന് നിനക്ക് വ്യക്തമാവുകയും കള്ളം പറഞ്ഞവരെ തിരിച്ചറിയുകയും ചെയ്യും വരെ നീ അവർക്ക് വിട്ടുനിൽക്കാൻ അനുവാദം നൽകിയതെന്തിന്? لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിന്നോട് അനുവാദം ചോദിക്കുകയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർ ആരെന്ന് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും മനസ്സിൽ സംശയമുള്ളവരും മാത്രമാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത്. അവർ സംശയാലുക്കളായി അങ്ങുമിങ്ങും ആടിക്കളിക്കുന്നവരാണ്. ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ യഥാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനായി സജ്ജമാക്കേണ്ട സാമഗ്രികളൊക്കെ ഒരുക്കിവെക്കുമായിരുന്നു. എന്നാൽ അവർ ഇറങ്ങിപ്പുറപ്പെടുന്നത് അല്ലാഹുവിന് അനിഷ്ടകരമായിരുന്നു. അതിനാൽ അവൻ അവരെ തടഞ്ഞു നിർത്തി. അവരോടിങ്ങനെ പറയുകയും ചെയ്തു, ഇവിടെ ചടഞ്ഞിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക. لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين. അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കവർ കൂടുതൽ വിപത്തുകൾ വരുത്തിവെക്കുമായിരുന്നു. നിങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാനായി അവർ ഓടി നടക്കുമായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് ചെവി കൊടുക്കുന്നവരുമുണ്ടല്ലോ. അക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون. ഇതിനു മുമ്പും അവർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നിട്ടും അവർക്ക് അനിഷ്ടകരമായിരിക്കെ തന്നെ സത്യം വന്നെത്തി.
അല്ലാഹുവിന്റെ വിധി പുലരുകയും ചെയ്തു. ومنهم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين. അവരിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, എനിക്ക് ഇളവ് അനുവദിച്ചാലും എന്നെ കുഴപ്പത്തിൽ പെടുത്താതിരുന്നാലും അറിയുക, കുഴപ്പത്തിൽ തന്നെയാണ് അവർ വീണിരിക്കുന്നത്. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യും. إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون. നിനക്ക് വല്ല നേട്ടവും കിട്ടിയാൽ അതവരെ ദുഃഖിതരാക്കും. നിനക്ക് വല്ല വിപത്തും വന്നാൽ അവർ പറയും, ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ കാര്യം കൈക്കലാക്കിയിരിക്കുന്നു. അങ്ങനെ ആഹ്ലാദത്തോടെ അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. പറയുക, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷകൻ. സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون. പറയുക, രണ്ടു നേട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിതാണ്, നേരിട്ടിടപെട്ടോ ഞങ്ങളുടെ കൈയാലോ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. അതിനാൽ നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക, നിങ്ങളോടൊപ്പം ഞങ്ങളും കാത്തിരിക്കാം. قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين. പറയുക, നിങ്ങൾ സ്വമനസ്സാലോ പരപ്രേരണയാലോ ചെലവഴിച്ചുകൊള്ളുക. എങ്ങനെയായാലും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കുന്നതല്ല, കാരണം നിങ്ങൾ അധാർമികരായ ജനതയാണെന്നതു തന്നെ. وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനം സ്വീകരിക്കാതിരിക്കാൻ കാരണം ഇതുമാത്രമാണ്, അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും തള്ളിപ്പറയുന്നു. മടിയന്മാരായല്ലാതെ അവർ നമസ്കാരത്തിനെത്തുന്നില്ല, വെറുപ്പോടെയല്ലാതെ ധനം ചെലവഴിക്കുന്നുമില്ല. فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون. അവരുടെ സമ്പത്തും സന്താനങ്ങളും നിന്നെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ. അവയിലൂടെ ഐഹിക ജീവിതത്തിൽ തന്നെ അവരെ ശിക്ഷിക്കണമെന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികളായിരിക്കെ
അവർ ജീവൻ വെടിയണമെന്നും. ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون. അവർ അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്യുന്നു: തീർച്ചയായും ഞങ്ങൾ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല, മറിച്ച് നിങ്ങളെ പേടിച്ചു കഴിയുന്ന ജനമാണവർ. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ. ഏതെങ്കിലും അഭയസ്ഥാനമോ ഗുഹകളോ ഒളിയിടമോ കണ്ടെത്തുകയാണെങ്കിൽ അവർ പിന്തിരിഞ്ഞ് അങ്ങോട്ട് വിരണ്ടോടുമായിരുന്നു. ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون. ദാനധർമ്മങ്ങളുടെ വിതരണക്കാര്യത്തിൽ നിന്നെ വിമർശിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അവർ തൃപ്തരാകും, കിട്ടിയില്ലെങ്കിലോ കോപാകുലരാകും. ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. അവർ അല്ലാഹുവും അവന്റെ ദൂതനും നൽകിയതിൽ തൃപ്തിയടയുകയും എന്നിട്ടിങ്ങനെ പറയുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഞങ്ങൾക്ക് അല്ലാഹു മതി. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനും അവന്റെ ദൂതനും ഞങ്ങൾക്ക് ഇനിയും നൽകും. ഞങ്ങൾ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചവരാണ്. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. സക്കാത്ത് ദരിദ്രർക്കും അഗതികൾക്കും അതിന്റെ ജോലിക്കാർക്കും മനസ്സിണങ്ങിയവർക്കും അടിമമോചനത്തിനും കടം കൊണ്ടു വലഞ്ഞവർക്കും ദൈവമാർഗത്തിൽ വിനിയോഗിക്കാനും വഴിപോക്കർക്കും മാത്രമുള്ളതാണ്. അല്ലാഹു നിർണയിച്ച കടമയാണിത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير لكم يؤمن بالله ويؤمن للمؤمنين ورحمة للذين آمنوا منكم والذين يؤذون رسول الله لهم عذاب أليم. നബിയെ ദ്രോഹിക്കുന്ന ചിലരും അവരിലുണ്ട്. അദ്ദേഹം എല്ലാറ്റിനും ചെവി കൊടുക്കുന്നവനാണെന്ന് അവരാക്ഷേപിക്കുന്നു. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണകരമായതിനെ ചെവിക്കൊള്ളുന്നവനാകുന്നു. അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, സത്യവിശ്വാസികളിൽ വിശ്വാസമർപ്പിക്കുന്നു. നിങ്ങളിൽ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അദ്ദേഹം മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവർക്ക് വേദനയുറ്റ ശിക്ഷയുണ്ട്. يحلفون بالله لكم ليرضوكم والله ورسوله أحق أن يرضوه إن كانوا مؤمنين. നിങ്ങളെ പ്രീതിപ്പെടുത്താനായി നിങ്ങളോടവർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുന്നു. എന്നാൽ അവർ പ്രീതിപ്പെടുത്താൻ ഏറെ അർഹർ അല്ലാഹുവും അവന്റെ ദൂതനുമാകുന്നു.
അവർ സത്യവിശ്വാസികളെങ്കിൽ. ألم يعلموا أنه من يحادد الله ورسوله فأن له نار جهنم خالدا فيها ذلك الخزي العظيم. അവർക്കറിയില്ലേ, ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ ദൂതനോടും എതിരിടുന്നുവെങ്കിൽ അവനുണ്ടാവുക നരകത്തീയാണെന്ന്. അവനവിടെ നിത്യവാസിയായിരിക്കും. അത് അത്യന്തം അപമാനകരം തന്നെ. يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم قل استهزئوا إن الله مخرج ما تحذرون. കപടവിശ്വാസികൾ ഭയപ്പെടുന്നു, തങ്ങളുടെ മനസ്സിലുള്ളത് അവരെ അറിയിക്കുന്ന വല്ല അധ്യായവും അവരെപ്പറ്റി അവതീർണമായേക്കുമോ എന്ന്. പറയുക, നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക. നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന അക്കാര്യം അല്ലാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. وَلَئِن سَأَلْتَهُمْ لَيَقُولُنَّ إِنَّمَا كُنَّا نَخُوضُ وَنَلْعَبُ قُلْ أَبِاللَّهِ وَآيَاتِهِ وَرَسُولِهِ كُنْتُمْ تَسْتَهْزِئُونَ. നീ അവരോട് അതേപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ കളിയും തമാശയും പറയുക മാത്രമായിരുന്നു. ചോദിക്കുക, അല്ലാഹുവേയും അവന്റെ വചനങ്ങളെയും ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നത്? لا تعتذروا قد كفرتم بعد إيمانكم إن نعف عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين. ഇനി നിങ്ങൾ ഒഴികഴിവുകളൊന്നും പറയേണ്ട. തീർച്ചയായും നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിങ്ങളിലൊരു വിഭാഗത്തിന് നാം മാപ്പ് നൽകിയാലും മറ്റൊരു വിഭാഗത്തെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അവർ കൊടും കുറ്റവാളികളാണ്. المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم نسوا الله فنسيهم إن المنافقين هم الفاسقون. കപടവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരേ തരക്കാർ തന്നെ. അവർ തിന്മ കൽപ്പിക്കുന്നു, നന്മ വിലക്കുന്നു. അവർ ധനം നല്ല മാർഗത്തിൽ ചെലവഴിക്കാതെ തങ്ങളുടെ കൈകൾ മുറുക്കി പിടിക്കുന്നു. അവർ അല്ലാഹുവെ മറന്നു, അതിനാൽ അവൻ അവരെയും മറന്നു. സംശയമില്ല, കപടവിശ്വാസികൾ അധാർമികർ തന്നെ. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم. കപടവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകത്തീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കതു മതി. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അവർക്ക് നിത്യമായ ശിക്ഷയുണ്ട്. كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخضتم كالذي خاضوا أولئك
أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെപ്പോലെ തന്നെയാണ് നിങ്ങളും. എന്നാൽ അവർ നിങ്ങളെക്കാൾ കരുത്തന്മാരായിരുന്നു, കൂടുതൽ മുതലും മക്കളുമുള്ളവരും. അങ്ങനെ തങ്ങളുടെ വിഹിതം കൊണ്ടുതന്നെ അവർ സുഖമാസ്വദിച്ചു. നിങ്ങളുടെ മുൻഗാമികൾ തങ്ങളുടെ വിഹിതം കൊണ്ട് സുഖമാസ്വദിച്ച പോലെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിഹിതം ഉപയോഗിച്ച് സുഖിച്ചു. അവർ അധർമ്മങ്ങളിൽ ആണ്ടിറങ്ങിയ പോലെ നിങ്ങളും ആണ്ടിറങ്ങി. ഇഹത്തിലും പരത്തിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും പാഴായിരിക്കുന്നു. അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ألم يأتهم نبأ الذين من قبلهم قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين والمؤتفكات أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. ഇവരുടെ മുൻഗാമികളുടെ വൃത്താന്തം ഇവർക്ക് വന്നെത്തിയിട്ടില്ലേ? നൂഹിന്റെയും ആദിന്റെയും സമൂദിന്റെയും സമുദായങ്ങളുടെയും ഇബ്രാഹീമിന്റെ ജനതയുടെയും മദ്യൻകാരുടെയും കീഴ്മേൽ മറയ്ക്കപ്പെട്ട നാടുകളുടെയും കഥ അവരിലേക്കുള്ള ദേവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരെ സമീപിച്ചു. അപ്പോൾ അല്ലാഹു അവരോട് ഒരു ദ്രോഹവും കാണിച്ചില്ല. എന്നാൽ അവർ തങ്ങളെ തന്നെ ദ്രോഹിക്കുകയായിരുന്നു. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സഹായികളാണ്. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നു, സക്കാത്ത് നൽകുന്നു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നു. സംശയമില്ല, അല്ലാഹു അവരോട് കരുണ കാണിക്കും. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ തീർച്ച. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹു താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. നിത്യവാസത്തിനുള്ള ആ സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് ശ്രേഷ്ഠമായ പാർപ്പിടങ്ങളുണ്ട്. സർവോപരി അല്ലാഹുവിന്റെ നിറഞ്ഞ പ്രീതിയും. അതെത്ര മഹത്തരം, ഉജ്ജ്വലമായ വിജയവും അതുതന്നെ. യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നമു വബിഅ്സൽ മസീർ. നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക. അവരോട് പരുഷമായി പെരുമാറുക. അവരെത്തുക നരകത്തിയിലാണ്. അതെത്ര ചീത്ത സങ്കേതം. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ വലഖദ് ഖാലൂ കലിമതൽ കുഫ്രി വകഫറൂ ബഅദ ഇസ്ലാമിഹിം വഹമ്മൂ ബിമാ ലം യനാലൂ.                                                                                         وما نقموا إلا أن يغنوا
ورسوله من فضله فإن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്ന് അവർ അല്ലാഹുവിന്റെ പേരിൽ ആണയിടുന്നു. എന്നാൽ ഉറപ്പായും അവർ സത്യനിഷേധത്തിന്റെ വാക്ക് ഉരുവിട്ടിരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ സത്യനിഷേധികളായി. തങ്ങൾക്ക് ചെയ്യാനാവാത്ത ചിലത് പ്രവർത്തിക്കാൻ മുതിരുകയും ചെയ്തു. എന്നാൽ അവരുടെ ഈ ശത്രുതയ്ക്കൊക്കെയും കാരണം അല്ലാഹുവും അവന്റെ ദൂതനും ദൈവാനുഗ്രഹത്താൽ അവർക്ക് സുഭിക്ഷത നൽകിയതു മാത്രമാണ്. ഇനിയെങ്കിലും അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാണവർക്ക് നല്ലത്. അഥവാ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലാഹു ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷ നൽകും. ഇവിടെ ഭൂമിയിലും അവർക്ക് ഒരു രക്ഷകനോ സഹായിയോ ഉണ്ടാവുകയില്ല. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. അല്ലാഹു തന്റെ ഔദാര്യത്താൽ തങ്ങൾക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ തീർച്ചയായും തങ്ങൾ ദാനം ചെയ്യുമെന്നും സച്ചരിതരിലുൾപ്പെടുമെന്നും അല്ലാഹുവോട് കരാർ ചെയ്തവരും അവരിലുണ്ട്. فلما آتاهم من فضله بخلوا به وتولوا وهم معرضون. അങ്ങനെ അല്ലാഹു അവർക്ക് തന്റെ ഔദാര്യത്താൽ സമ്പത്ത് നൽകി. എന്നാൽ അവരതിൽ പിശുക്ക് കാണിക്കുകയും പ്രതിജ്ഞ പാലിക്കാതെ പിന്മാറുകയുമാണുണ്ടായത്. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. അതേ തുടർന്ന് അല്ലാഹു അവരുടെ മനസ്സുകളിൽ കപടത കുടിയിരുത്തി. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിനം വരെയും അതായിരിക്കും അവരുടെ അവസ്ഥ. അല്ലാഹുവോട് അവർ ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചതിനാലും അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിനാലുമാണിത്. അലം യഅലമൂ അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അവരുടെ രഹസ്യവും ഗൂഢാലോചനകളുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ? തീർച്ചയായും അഭൗതിക കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹുവെന്നും الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. സ്വമനസ്സാലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളെയും സ്വന്തം അധ്വാനമല്ലാതൊന്നും ദൈവമാർഗത്തിൽ അർപ്പിക്കാനില്ലാത്തവരെയും പഴി പറയുന്നവരാണവർ. അങ്ങനെ ആ വിശ്വാസികളെ അവർ പരിഹസിക്കുന്നു. അല്ലാഹു അവരെയും പരിഹാസ്യരാക്കിയിരിക്കുന്നു. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. നീ അവർക്കു വേണ്ടി മാപ്പപേക്ഷിക്കുകയോ അപേക്ഷിക്കാതിരിക്കുകയോ ചെയ്യുക. നീ അവർക്കു വേണ്ടി
70 പ്രാവശ്യം പാപമോചനത്തിന് പ്രാർത്ഥിച്ചാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. കാരണം അല്ലാഹുവേയും അവന്റെ ദൂതനെയും തള്ളിപ്പറഞ്ഞവരാണവർ. അധാർമികരായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. ദൈവദൂതനെ ധിക്കരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറി വീട്ടിലിരുന്നതിൽ സന്തോഷിക്കുന്നവരാണവർ. തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നത് അവർക്ക് അനിഷ്ടകരമായി. അവരിങ്ങനെ പറയുകയും ചെയ്തു: ഈ കൊടും ചൂടിൽ നിങ്ങൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെടേണ്ട. പറയുക, നരകത്തീ കൂടുതൽ ചൂടേറിയതാണ്. അവർ ബോധവാന്മാരായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. അതിനാൽ അവർ ഇത്തിരി ചിരിക്കുകയും പിന്നെ ഒത്തിരി കരയുകയും ചെയ്യട്ടെ. അവരുടെ പ്രവർത്തന ഫലം അവ്വിധമാണ്. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. അല്ലാഹു നിന്നെ അവരിലൊരു കൂട്ടരുടെ അടുത്ത് തിരിച്ചെത്തിക്കുകയും പിന്നെ മറ്റൊരു യുദ്ധത്തിന് പോരാൻ അവർ നിന്നോട് അനുവാദം ചോദിക്കുകയും ചെയ്താൽ നീ പറയുക, ഇനി നിങ്ങൾക്കൊരിക്കലും എന്നോടൊത്ത് പുറപ്പെടാനാവില്ല. നിങ്ങൾ എന്റെ കൂടെ ശത്രുവോട് പൊരുതുന്നതുമല്ല. തീർച്ചയായും ആദ്യ തവണ യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു നിന്നതിൽ തൃപ്തിയടയുകയാണല്ലോ നിങ്ങൾ ചെയ്തത്. അതിനാൽ യുദ്ധത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ചടഞ്ഞിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക. ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. അവരിൽ നിന്ന് ആരു മരണമടഞ്ഞാലും അവനു വേണ്ടി നീ ഒരിക്കലും നമസ്കരിക്കരുത്. അവന്റെ കുഴിമാടത്തിനടുത്ത് നിൽക്കരുത്. തീർച്ചയായും അവർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും തള്ളിപ്പറഞ്ഞവരാണ്, അധാർമികരായി മരണമടഞ്ഞവരും. ولا تعجبك أموالهم وأولادهم إنما يريد الله أن يعذبهم بها في الدنيا وتزهق أنفسهم وهم كافرون. അവരുടെ സമ്പത്തും സന്താനങ്ങളും നിന്നെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ. അവയിലൂടെ അവരെ ഇഹലോകത്ത് വെച്ചു തന്നെ ശിക്ഷിക്കണമെന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികളായിരിക്കെ തന്നെ അവർ ജീവൻ വെടിയണമെന്നും. وَإِذَا أُنزِلَتْ سُورَةٌ أَنْ آمِنُوا بِاللَّهِ وَجَاهِدُوا مَعَ رَسُولِهِ اسْتَأْذَنَكَ أُولُو الطَّوْلِ مِنْهُمْ وَقَالُوا ذَرْنَا نَكُن مَّعَ الْقَاعِدِينَ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ ദൂതനോടൊപ്പം സമരം നടത്തുകയും ചെയ്യുക എന്ന ആഹ്വാനവുമായി വല്ല അധ്യായവും അവതീർണമായാൽ അവരിലെ സമ്പന്നർ യുദ്ധത്തിൽ നിന്നൊഴിവാകാൻ നിന്നോട് സമ്മതം തേടും. അവർ പറയും, ഞങ്ങളെ വിട്ടേക്കൂ,
ഞങ്ങൾ വീട്ടിലിരിക്കുന്നവരോടൊപ്പം കഴിയാം. رضوا بأن يكونوا مع الخوالف وطبع على قلوبهم فهم لا يفقهون. യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോടൊപ്പം കഴിയാനാണ് അവരിഷ്ടപ്പെട്ടത്. അവരുടെ മനസ്സുകൾക്ക് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ അവരൊന്നും മനസ്സിലാക്കുന്നില്ല. لكن الرسول والذين آمنوا معه جاهدوا بأموالهم وأنفسهم وأولئك لهم الخيرات وأولئك هم المفلحون. എന്നാൽ ദൈവദൂതനും കൂടെയുള്ള വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്തു. അവർക്കാണ് സകല നന്മകളും. വിജയം വരിച്ചവരും അവർ തന്നെ. أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. അല്ലാഹു അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ ഒരുക്കിവച്ചിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിമഹത്തായ വിജയവും അതുതന്നെ. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. ഗ്രാമീണ അറബികളിൽ ചിലരും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് അനുവാദം തേടി വന്നല്ലോ. അല്ലാഹുവോടും അവന്റെ ദൂതനോടും കള്ളം പറഞ്ഞു വന്നവർ വീട്ടിലിരിക്കുകയും ചെയ്തു. അവരിലെ സത്യനിഷേധികളെ അടുത്തുതന്നെ വേദനയേറിയ ശിക്ഷ ബാധിക്കും. ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم. ദുർബലരും രോഗികളും ചെലവ് ചെയ്യാൻ ഒന്നുമില്ലാത്തവരും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ തെറ്റില്ല. അവർ അല്ലാഹുവോടും അവന്റെ ദൂതനോടും കൂറു പുലർത്തുന്നവരാണെങ്കിൽ. ഇത്തരം സദ്വൃത്തരെ കുറ്റപ്പെടുത്താൻ ന്യായമൊന്നുമില്ല. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. മറ്റൊരു വിഭാഗം തങ്ങളെ വാഹനങ്ങളിൽ കൊണ്ടുപോകണമെന്ന അപേക്ഷയുമായി നിന്റെ അടുത്തു വന്നു. നീ അവരോട് പറഞ്ഞു, നിങ്ങൾക്കു നൽകാൻ ഞാൻ വാഹനമൊന്നും കാണുന്നില്ല. ചെലവഴിക്കാൻ ഒന്നും കണ്ടെത്താത്തതിന്റെ തീവ്രദുഃഖത്താൽ കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അവർക്കും കുറ്റമൊന്നുമില്ല. إنما السبيل على الذين يستأذنونك وهم أغنياء رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون. സമ്പന്നരായിരുന്നിട്ടും യുദ്ധത്തിൽ നിന്നൊഴിയാൻ നിന്നോട് അനുവാദം തേടുകയും പിന്തിരിഞ്ഞു നിന്നവരോടൊപ്പമാകുന്നതിൽ തൃപ്തിയടയുകയും ചെയ്തവരെ മാത്രമേ കുറ്റപ്പെടുത്താൻ വഴിയുള്ളൂ. അല്ലാഹു അവരുടെ മനസ്സുകൾക്ക് മുദ്ര വച്ചിരിക്കുന്നു, അതിനാൽ അവർ ഒന്നും അറിയുന്നില്ല. يعتذرون إليكم إذا رجعتم إليهم قل لا تعتذروا لن نؤمن لكم قد نبأنا الله من أخباركم
وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ അവരുടെ അടുത്ത് മടങ്ങിയെത്തിയാൽ അവർ നിങ്ങളോട് പല ഒഴികഴിവുകളും ബോധിപ്പിക്കും. പറയുക, നിങ്ങൾ ഒഴികഴിവൊന്നും ബോധിപ്പിക്കേണ്ട. നിങ്ങളെ ഞങ്ങൾ ഒട്ടും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിവരങ്ങൾ അല്ലാഹു ഞങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവും അവന്റെ ദൂതനും കണ്ടറിയുന്നുണ്ട്. പിന്നീട് മറഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കും. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون. നിങ്ങൾ അവരിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണത്. ഏതായാലും നിങ്ങൾ അവരെ വിട്ടേക്കുക. അവർ മാലിന്യമാണ്. അവരുടെ താവളം നരകമാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനുള്ള അർഹമായ പ്രതിഫലം. يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين. നിങ്ങളെ പ്രീണിപ്പിക്കാനാണ് അവർ നിങ്ങളോട് അല്ലാഹുവിന്റെ പേരിൽ ആണയിടുന്നത്. അഥവാ നിങ്ങൾ അവരെ തൃപ്തിപ്പെട്ടാലും അല്ലാഹു അധാർമികളായ ജനത്തിൽ പ്രസാദിക്കുകയില്ല. الأعراب أشد كفرا ونفاقا وأجدر ألا يعلموا حدود ما أنزل الله على رسوله والله عليم حكيم. പ്രാകൃതരായ അറബികൾ കടുത്ത സത്യനിഷേധവും കാപട്യവുമുള്ളവരത്രേ. അല്ലാഹു തന്റെ ദൂതന് ഇറക്കിക്കൊടുത്ത നിയമപരിധികൾ അറിയാതിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതും അവർക്കാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ومن الأعراب من يتخذ ما ينفق مغرما ويتربص بكم الدوائر عليهم دائرة السوء والله سميع عليم. ധനം ചെലവഴിക്കുന്നത് നഷ്ടമായി കാണുന്നവരും നിങ്ങളെ കാലവിപത്ത് ബാധിക്കുന്നത് കാത്തിരിക്കുന്നവരും ആ ഗ്രാമീണ അറബികളിലുണ്ട്. എന്നാൽ കാലക്കേട് പിടികൂടാൻ പോകുന്നത് അവരെ തന്നെയാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ومن الأعراب من يؤمن بالله واليوم الآخر ويتخذ ما ينفق قربات عند الله وصلوات الرسول ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم. ഗ്രാമീണ അറബികളിൽ തന്നെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുമുണ്ട്. അവർ തങ്ങൾ ചെലവഴിക്കുന്നതിനെ അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനും പ്രവാചകന്റെ പ്രാർത്ഥന ലഭിക്കാനുമുള്ള മാർഗമായി കാണുന്നു. അറിയുക, തീർച്ചയായും അതവരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും. അല്ലാഹു അവരെ തന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്.
والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സത്യമാർഗത്തിൽ ആദ്യം മുന്നോട്ടു വന്ന മുഹാജിറുകളിലും അൻസ്വാറുകളിലും സൽക്കർമ്മങ്ങളിലൂടെ അവരെ പിന്തുടരുന്നവരിലും അല്ലാഹു സംതൃപ്തനായിരിക്കുന്നു. അവർ അവനിലും സംതൃപ്തരാണ്. അവൻ അവർക്കായി താഴ്ഭാഗത്തിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അതിമഹത്തായ വിജയവും അതുതന്നെ. وَمِمَّنْ حَوْلَكُمْ مِنَ الْأَعْرَابِ مُنَافِقُونَ وَمِنْ أَهْلِ الْمَدِينَةِ مَرَدُوا عَلَى النِّفَاقِ لَا تَعْلَمُهُمْ نَحْنُ نَعْلَمُهُمْ سَنُعَذِّبُهُم مرتين ثم يردون إلى عذاب عظيم. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രാമീണ അറബികളിലും കപടവിശ്വാസികളുണ്ട്, മദീന നിവാസികളിലുമുണ്ട്. അവർ കാപട്യത്തിൽ ആണ്ടുപോയിരിക്കുന്നു. നിനക്ക് അവരെ അറിയില്ല, എന്നാൽ നാം അവരെ അറിയുന്നു. 2 തവണ നാം അവരെ ശിക്ഷിക്കും, പിന്നീട് അവരെ ഭീകരമായ ശിക്ഷയിലേക്ക് തള്ളുകയും ചെയ്യും. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم. തങ്ങളുടെ തെറ്റുകൾ സ്വയം ഏറ്റുപറയുന്ന ചിലരുണ്ട്. അവർ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും കൂട്ടിക്കലർത്തിയിരിക്കുന്നു. അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. നീ അവരുടെ സ്വത്തിൽ നിന്ന് സകാത്ത് വസൂൽ ചെയ്യുക. അതവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും. നീ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നിശ്ചയമായും നിന്റെ പ്രാർത്ഥന അവർക്ക് ശാന്തിയേകും. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ألم يعلموا أن الله هو يقبل التوبة عن عباده ويأخذ الصدقات وأن الله هو التواب الرحيم. അവർക്കറിഞ്ഞുകൂടെ അല്ലാഹു തന്റെ ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദാനധർമ്മങ്ങൾ ഏറ്റുവാങ്ങുന്നവനുമാണെന്ന്? തീർച്ചയായും അല്ലാഹു ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമദയാലുവുമാണെന്നും. وَقُلِ اعْمَلُوا فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ وَسَتُرَدُّونَ إِلَى عَالِمِ الْغَيْبِ وَالشَّهَادَةِ فَيُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ. പറയുക, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവും അവന്റെ ദൂതനും സത്യവിശ്വാസികളുമൊക്കെ നിങ്ങളുടെ കർമ്മങ്ങൾ കാണും. അവസാനം അകവും പുറവും അറിയുന്നവന്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്നെത്തും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കും. وآخرون مرجون لأمر الله إما يعذبهم وإما
ثُمَّ يَتُوبُ عَلَيْهِمْ وَاللَّهُ عَلِيمٌ حَكِيمٌ. അള്ളാഹുവിന്റെ തീരുമാനത്തിനായി പ്രശ്നം മാറ്റിവെക്കപ്പെട്ട മറ്റൊരു കൂട്ടരുമുണ്ട്. ഒന്നുകിൽ അവൻ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. وَالَّذِينَ اتَّخَذُوا مَسْجِدًا ضِرَارًا وَكُفْرًا وَتَفْرِيقًا بَيْنَ الْمُؤْمِنِينَ وَإِرْصَادًا لِمَنْ حَارَبَ اللَّهَ وَرَسُولَهُ مِنْ قَبْلُ وَلَيَحْلِفُنَّ إِنْ أَرَدْنَا إِلَّا الْحُسْنَى وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ. ദ്രോഹം വരുത്താനും സത്യനിഷേധത്തെ സഹായിക്കാനും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും നേരത്തെ അള്ളാഹുവോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്തവന് താവളമൊരുക്കാനുമായി പള്ളിയുണ്ടാക്കിയവരും അവരിലുണ്ട്. നല്ലതല്ലാതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവർ ആണയിട്ട് പറയും. എന്നാൽ തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. നീ ഒരിക്കലും അതിൽ നമസ്കരിക്കരുത്. തുടക്കം മുതൽക്കു തന്നെ ദൈവഭക്തിയിൽ പടുത്തുയർത്തപ്പെട്ട പള്ളിയാണ് നിനക്ക് നിന്നു നമസ്കരിക്കാൻ ഏറ്റവും അർഹം. വിശുദ്ധി വരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുള്ളത് അവിടെയാണ്. അല്ലാഹു വിശുദ്ധി വരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. أفمن أسس بنيانه على تقوى من الله ورضوان خير أم من أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين. ഒരാൾ അല്ലാഹുവോടുള്ള കറയറ്റ ഭക്തിയിലും അവന്റെ പ്രീതിയിലും തന്റെ കെട്ടിടം സ്ഥാപിച്ചു. മറ്റൊരാൾ അടിമണ്ണിളകി പൊളിഞ്ഞു വീഴാൻ പോകുന്ന മണൽത്തട്ടിന്റെ വക്കിൽ കെട്ടിടം പണിതു. അങ്ങനെ അത് അവനെയും കൊണ്ട് നേരെ നരകത്തീയിൽ തകർന്നു വീഴുകയും ചെയ്തു. ഇവരിൽ ആരാണുത്തമൻ? അക്രമികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم. അവർ പടുത്തുയർത്തിയ അവരുടെ ആ കെട്ടിടം അവരുടെ മനസ്സുകളിലെന്നും ശങ്കയുണർത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ ഹൃദയങ്ങൾ ശിഥിലമായിത്തീരും വരെ അതിനറുതിയില്ല. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. അല്ലാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടെന്ന വ്യവസ്ഥയിൽ അവരുടെ ദേഹവും ധനവും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു.
അവർക്ക് സ്വർഗമുണ്ടെന്നത് അല്ലാഹു തന്റെ മേൽ പാലിക്കൽ ബാധ്യതയായി നിശ്ചയിച്ച സത്യനിഷ്ഠമായ വാഗ്ദാനമാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും അതുണ്ട്. അല്ലാഹുവേക്കാൾ കരാർ പാലിക്കുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ നടത്തിയ കച്ചവട ഇടപാടിൽ സന്തോഷിച്ചുകൊള്ളുക. അതിമഹത്തായ വിജയവും അതുതന്നെ. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ, അല്ലാഹുവെ കീഴ്വണങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അവനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, വ്രതമനുഷ്ഠിക്കുന്നവർ, റുക്കൂഉം സുജൂദും ചെയ്യുന്നവർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുന്നവർ, ഇവരൊക്കെയാണവർ. സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുക. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. ബഹുദൈവ വിശ്വാസികൾ കത്തിക്കാളുന്ന നരകത്തീയിന്റെ അവകാശികളാണെന്ന് വ്യക്തമായി കഴിഞ്ഞ ശേഷം അവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ പ്രവാചകനും സത്യവിശ്വാസികൾക്കും അനുവാദമില്ല, അവർ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും. وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. ഇബ്രാഹിം തന്റെ പിതാവിന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചത് അദ്ദേഹം പിതാവിനോട് ചെയ്ത പ്രതിജ്ഞയുടെ പേരിൽ മാത്രമായിരുന്നു. അയാൾ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹം അയാളെ കൈയൊഴിച്ചു. ഇബ്രാഹിം ഏറെ പശ്ചാത്താപമുള്ളവനും സഹനശാലിയുമാണ്. وما كان الله ليضل قوما بعد إذ هداهم حتى يبين لهم ما يتقون إن الله بكل شيء عليم. ഒരു ജനതയെ നേർവഴിയിലാക്കിയ ശേഷം അവർ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതുവരെ അല്ലാഹു അവരെ പിഴച്ചവരായി കണക്കാക്കുകയില്ല. അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ്. ഇന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. സംശയമില്ല, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനു മാത്രമാണ്. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷകനും സഹായിയുമില്ല. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരിൽ ലദീന ഇത്തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. പ്രവാചകനും പ്രയാസഘട്ടത്തിൽ അദ്ദേഹത്തെ പിൻപറ്റിയ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അല്ലാഹു മാപ്പേകിയിരിക്കുന്നു. അവരിലൊരു വിഭാഗത്തിന്റെ മനസ്സ് ഇത്തിരി പതറിപ്പോയിരുന്നുവെങ്കിലും പിന്നീട്
അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. തീർച്ചയായും അല്ലാഹു അവരോട് ഏറെ കൃപയുള്ളവനും പരമദയാലുവുമാണ്. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. തീരുമാനം മാറ്റിവെക്കപ്പെട്ട ആ മൂന്നാളുകൾക്കും അവൻ മാപ്പേകിയിരിക്കുന്നു. ഭൂമി ഏറെ വിശാലമായിരുന്നിട്ടു കൂടി അതവർക്ക് ഇടുങ്ങിയതായി തീർന്നു. തങ്ങളുടെ മനസ്സുകൾ തന്നെ അവർക്ക് ദുഃഖഭാരത്താൽ താങ്ങാനാവാത്തതായി മാറി. അല്ലാഹുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനിൽ തന്നെ അഭയം തേടലല്ലാതെ മാർഗമില്ലെന്ന് അവർക്ക് ബോധ്യമായി. അപ്പോൾ അല്ലാഹു അവരോട് കരുണ കാണിച്ചു. അവർ പശ്ചാത്തപിച്ചു മടങ്ങാൻ സംശയമില്ല. അല്ലാഹു പശ്ചാത്താപം ധാരാളമായി സ്വീകരിക്കുന്നവനാണ്, പരമദയാലുവും. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, സത്യവാൻമാരോട് സഹവസിക്കുക. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين. മദീനക്കാർക്കും അവരുടെ പരിസരത്തുള്ള പ്രാകൃത അറബികൾക്കും അല്ലാഹുവിന്റെ ദൂതനെ വിട്ട് വീട്ടിലിരിക്കാനോ അദ്ദേഹത്തിന്റെ ജീവന്റെ കാര്യം അവഗണിച്ച് തങ്ങളുടെ സ്വന്തം കാര്യം നോക്കാനോ അനുവാദമില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരെ ബാധിക്കുന്ന വിശപ്പ്, ദാഹം, ക്ഷീണം, സത്യനിഷേധികളെ പ്രകോപിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെയുള്ള അവരുടെ സാന്നിധ്യം, എതിരാളിക്ക് ഏൽപ്പിക്കുന്ന നാശം, ഇതൊക്കെയും അവരുടെ പേരിൽ സൽക്കർമ്മമായി രേഖപ്പെടുത്താതിരിക്കുകയില്ല എന്നതിനാലാണത്. സൽക്കർമ്മികളുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല, തീർച്ച. ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. അവർ ചെലവഴിക്കുന്നത് ചെറുതായാലും വലുതായാലും അതും ഏതെങ്കിലും താഴ്വരയിലൂടെ അവർ മുറിച്ചു കടക്കുന്നതും അവർക്ക് പുണ്യമായി രേഖപ്പെടുത്താതിരിക്കില്ല. അല്ലാഹു അവർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്ന അത്യുത്തമ വൃത്തികൾക്ക് മഹത്തായ പ്രതിഫലം നൽകാനാണിത്. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. സത്യവിശ്വാസികൾ ഒന്നടങ്കം യുദ്ധത്തിന് പുറപ്പെടാവതല്ല. അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം മതത്തിൽ അറിവ് നേടാൻ ഇറങ്ങി പുറപ്പെടാത്തതെന്ത്?
തങ്ങളുടെ ജനം അവരുടെ അടുത്തേക്ക് മടങ്ങിവന്നാൽ അവർക്ക് ഉത്ബോധനം നൽകാനുള്ള അറിവ് നേടാനാണത്. അതുവഴി അവർ സൂക്ഷ്മത പുലർത്തുന്നവരായേക്കാം. يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار وليجدوا فيكم غلظة واعلموا أن الله مع المتقين. വിശ്വസിച്ചവരെ, നിങ്ങളുടെ അടുത്തുള്ള ആ സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ കാർക്കശ്യം കാണട്ടെ. അറിയുക, അല്ലാഹു സൂക്ഷ്മതയുള്ളവരോടൊപ്പമാണ്. وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُ هَذِهِ إِيمَانًا فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا وَهُمْ يَسْتَبْشِرُونَ. ഏതെങ്കിലും ഒരധ്യായം അവതീർണമായാൽ അവരിൽ ചിലർ പരിഹാസത്തോടെ ചോദിക്കും, നിങ്ങളിൽ ആർക്കാണ് ഇതുവഴി വിശ്വാസം വർദ്ധിച്ചത്? എന്നാൽ അറിയുക, തീർച്ചയായും അത് സത്യവിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവരതിൽ സന്തോഷിക്കുന്നവരുമാണ്. وَأَمَّا الَّذِينَ فِي قُلُوبِهِم مَّرَضٌ فَزَادَتْهُمْ رِجْسًا إِلَى رِجْسِهِمْ وَمَاتُوا وَهُمْ كَافِرُونَ. എന്നാൽ ദീനം പിടിച്ച മനസ്സിന്റെ ഉടമകൾക്ക് അത് തങ്ങളുടെ മാലിന്യത്തിലേക്ക് കൂടുതൽ മാലിന്യം കൂട്ടിച്ചേർക്കുകയാണുണ്ടായത്. അവർ സത്യനിഷേധികളായി തന്നെ മരണമടയും. أَوَلَا يَرَوْنَ أَنَّهُمْ يُفْتَنُونَ فِي كُلِّ عَامٍ مَّرَّةً أَوْ مَرَّتَيْنِ ثُمَّ لَا يَتُوبُونَ وَلَا هُمْ يَذَّكَّرُونَ. കൊല്ലം തോറും ഒന്നോ രണ്ടോ തവണ തങ്ങൾ പരീക്ഷണത്തിലകപ്പെടുന്നത് അവർ കാണുന്നില്ലേ? എന്നിട്ടും അവർ പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല. അവർ ചിന്തിച്ചറിയുന്നുമില്ല. وَإِذَا مَا أُنْزِلَتْ سُورَةٌ نَظَرَ بَعْضُهُمْ إِلَى بَعْضٍ هَلْ يَرَاكُمْ مِنْ أَحَدٍ ثُمَّ انصَرَفُوا صَرَفَ اللَّهُ قُلُوبَهُم بِأَنَّهُمْ قَوْمٌ لَّا يَفْقَهُونَ. ഓരോ അധ്യായം അവതരിക്കുമ്പോഴും നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന ഭാവത്തിൽ അവരന്യോന്യം നോക്കുന്നു. പിന്നീടവർ പിന്തിരിഞ്ഞു പോകുന്നു. അല്ലാഹു അവരുടെ മനസ്സുകളെ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അവർ കാര്യം മനസ്സിലാക്കാത്ത ജനമായതിനാലാണത്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദേവദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് അസഹ്യമായി അനുഭവപ്പെടുന്നവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനുമാണവൻ. സത്യവിശ്വാസികളോട് ഏറെ കൃപയും കാരുണ്യവുമുള്ളവനും. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എന്നിട്ടും അവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പറയുക, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ദൈവമില്ല, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണവൻ.